പിന്നെ യൂട്യൂബിൽ 3-4 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരുന്നുള്ളൂ. ആദ്യത്തെ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി കമ്മ്യൂണിറ്റി ഒള്ളി പോസ്റ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം നമുക്ക് പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി ഒള്ളി സെലക്ട് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. ഈ ട്വിറ്ററിലൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരാൾ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ് വേണമെങ്കിൽ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് പുതിയ പോസ്റ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 മാറ്റങ്ങളാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് യൂട്യൂബ് വീഡിയോയിലെ കീ മൂവ്മെന്റ് ഫീച്ചർ റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് യൂട്യൂബ് വീഡിയോകളിൽ നമുക്കൊരു ഗ്രാഫ് രൂപത്തിൽ കാണാനായിട്ട് പറ്റും. ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്ത പോർഷൻ, ഏറ്റവും കൂടുതൽ എൻഗേജ് ആകുന്ന പോർഷൻ ഏതാണ്. വീഡിയോ കാണുന്ന മിക്ക ആളുകളും അങ്ങനെ ആ ഒരു ഗ്രാഫ് നോക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഗ്രാഫ് കൂടി നിൽക്കുന്ന ആ ഒരു ഭാഗം മാത്രം കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി ഇനി നടക്കത്തില്ല. കീ മൂവ്മെന്റ് ഫീച്ചർ യൂട്യൂബ് വീഡിയോയിൽ ഇനി ഉണ്ടാകത്തില്ല. പകരം ക്രിയേറ്ററിന് ചാപ്റ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ചാപ്റ്റർ എനേബിൾ ചെയ്താലും വ്യൂവേഴ്സിന് ആ ചാപ്റ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോയുടെ മെയിൻ പോയിന്റിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ്. യൂട്യൂബ് ഷോർട്ട് വീഡിയോസിൽ ഇനി നമുക്ക് കസ്റ്റം തംബ്നെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമുക്ക് തംബ്നെയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ആ വീഡിയോയ്ക്കുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തംബ്നെയിൽ ആഡ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫയലായിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു തംബ്നെയിലൂടെ ആഡ് ചെയ്തുകൊണ്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തംബ്നെയിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ലോങ് വീഡിയോസിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഏത് സമയത്തും തംബ്നെയിൽ മാറ്റാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റം തംബ്നെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് വീഡിയോസിൽ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഫീച്ചറൂടെ യൂട്യൂബ് കൊണ്ടുവരികയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന തംബ്നെയിൽ ഇവിടെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എയുടെ ഹെൽപ്പോട് കൂടി എ വെച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബ് ഷോർട്ട് വീഡിയോസിന് വേണ്ടി തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റ് സ്നാക്ക് ബാർ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ടാബ് നമുക്ക് യൂട്യൂബിൽ ഇനി കാണാൻ പറ്റും. ഈ ഒരു ടാബിൽ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ഫീച്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്നാക്ക് ബാറിൽ നമ്മുടെ വീഡിയോകൾ ഫീച്ചർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനും കൂടുതൽ റീച്ചിലേക്ക് പോകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ചുകൂടെ റീച്ച് കിട്ടാനുള്ള ഒരു പുതിയ പരിപാടി, അത് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ടാബ് വരുമ്പോൾ അത് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സിന്റെ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവർക്ക് അത് പ്രയോജനമാവും. ഇത് എക്സ്പീരിയൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഫീച്ചറാണ്, റോൾ ഔട്ട് ആയിട്ടില്ല. ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റോൾ ഔട്ട് ആകുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അഞ്ചാമത്തെ അപ്ഡേറ്റ് യൂട്യൂബിൽ നമുക്ക് വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. എന്നാൽ ഇനി ആ ഒരു ഡൗൺലോഡ് ഫീച്ചർ കാണത്തില്ല. ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ കാണത്തില്ല. ഡൗൺലോഡ് എന്ന് പറയുന്ന സെക്ഷൻ മൊത്തത്തിൽ മാറ്റി നമ്മളിനി ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾ സേവ് ആകുന്നത് പ്ലേലിസ്റ്റിലേക്കായിരിക്കും. അതായത് പ്ലേലിസ്റ്റിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ ആയിരിക്കും നമ്മൾ ഇനി ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണുന്നത്. അല്ലാതെ സെപ്പറേറ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇനി യൂട്യൂബിൽ ഉണ്ടാകത്തില്ല. ഇതും ഏകദേശം റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അതിന് താമസിക്കാതെ തന്നെ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്, ആസ്ക് സ്റ്റുഡിയോ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമുക്ക് യൂട്യൂബ് വീഡിയോയുടെ സമ്മറി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിലൊക്കെ തന്നെ ഈ ആസ്ക് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ സമ്മറി നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആസ്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു തരും. അപ്പോൾ ആസ്ക് സ്റ്റുഡിയോയിൽ ഒത്തിരി പുതിയ ഫീച്ചേഴ്സ് യൂട്യൂബ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ആസ്ക് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് കുറേയധികം പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേഴ്സണലി എനിക്ക് ഈ ഒരു ഫീച്ചർ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഒരു 4-5 പോയിന്റ് ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ സമ്മറൈസ് ചെയ്ത് കഴിയുമ്പോൾ 5 പോയിന്റ് പെട്ടെന്ന് തന്നെ ഓഡിയൻസിന്റെ മുമ്പിലേക്ക് വരും. പിന്നെ അവർക്ക് ആ വീഡിയോ കാണേണ്ട കാര്യമില്ല. ഇന്ന പോയിന്റ്സ് ആണ്, 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും, എൻഗേജ്മെന്റ് കുറയും. അങ്ങനെ ഉള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും യൂട്യൂബ് പക്ഷേ ഇതിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ഫീച്ചറിനെ മാക്സിമം ഇതിൽ മാറ്റങ്ങൾ വരുത്തി ഇതിൽ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു ഫീച്ചറിനെ യൂട്യൂബ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ആസ്ക് സ്റ്റുഡിയോയിലും അടുത്ത ദിവസങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഈ 4-5 അപ്ഡേറ്റ്സ് ആണ് വന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആരും വീഡിയോകൾ ലൈക്ക് ചെയ്യുന്നില്ല, മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.